ജനങ്ങൾ ഭയപ്പെടുന്നത് പോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഇന്നലെ പുറത്തുവന്നു. ഇറാനെതിരായ ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തെ തുടർന്ന് രാജ്യാന്തര എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ ഇത്തരമൊരു വിപത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. യുദ്ധങ്ങളടക്കം എണ്ണ നീക്കം തടസ്സപ്പെട്ടേക്കാവുന്ന അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള മുൻകരുതലിന്റെ അഭാവത്തിൽ ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെ സാമ്പത്തിക ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഇടുത്തിയായി ജനങ്ങളുടെ തലയിൽ പതിച്ചിരിക്കുന്നത്. ലിറ്ററിന് കേവലം 3 രൂപ മാത്രമാണ് വർദ്ധിച്ചതെന്ന് ഇതര രാജ്യങ്ങളിൽ ചിലതിലെ എണ്ണവില വർധനവുമായി താരതമ്യം ചെയ്ത് ന്യായീകരണവുമായി കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട്. അത് എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ സാമാന്യ ജനങ്ങളുടെ മേൽ സർക്കാർ തുടർന്നു വരുന്ന പകൽക്കൊള്ള മറച്ചുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. രാജ്യത്തിന്റെ എണ്ണ ആവശ്യത്തിന്റെ 90% നിറവേറ്റുന്നത് ഇറക്കുമതിയിലൂടെയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതും ഇറക്കുമതിക്ക് പ്രതിബന്ധം സൃഷ്ടിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വീപ്പയ്ക്ക് $105 അധികരിച്ചു. ടാങ്കറുകളുടെ കടത്തുകൂലിയിലും ഇൻഷുറൻസ് തുകയിലും വർധനമുണ്ടായി. അത് സ്വാഭാവികമായും എണ്ണയുടെ ചില്ലറ വിൽപ്പന വിലയിൽ വർധനമുണ്ടാകും. 3 രൂപയുടെ വർധനവ് നാമമാത്രമാണെന്ന ന്യായീകരണം എണ്ണവില വർധനവ് സൃഷ്ടിക്കുന്ന നിത്യോപയോഗ വസ്തുക്കളുടെ വില, യാത്രാക്കൂലി, കാർഷിക വൃത്തി, മത്സ്യബന്ധനം, വ്യാവസായിക ചെലവുകൾ എന്നിവയിൽ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഭാരം കണക്കിലെടുക്കാതെയുള്ള ഭരണകൂട കാപട്യമാണ്. സമ്പന്നരും അതിസമ്പന്നരുമായ ഒരു ചെറു വിഭാഗം ഒഴിച്ച് ജനസംഖ്യയിലെ 89%ന്റെയും നടുപൊടിക്കുന്ന ഭാരമാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഭരണകൂട നയങ്ങളുടെ കൂടി ഫലമായി ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഘാതത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ യാതൊരു ശ്രമവും നടത്താതെയാണ് സാമ്പത്തിക ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾക്കുണ്ടായ നഷ്ടമാണ്. ഉക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിരുന്ന എണ്ണ ഉപയോഗിച്ച് രാജ്യത്തിന്റെ കരുതൽ ശേഖരം പൂർണ്ണമാക്കുകയെന്ന ദീർഘവീക്ഷണത്തിന്റെ ഭാവമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിച്ചത്. റഷ്യൻ എണ്ണ ഇറക്കുമതി വഴി പ്രതിവർഷം $500 കോടി വീതം രാജ്യത്തിന് ലാഭിക്കാനായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിച്ചില്ലെന്നത് വർഷങ്ങളായി മാറ്റം കൂടാതെ തുടരുന്ന എണ്ണവില വ്യക്തമാക്കുന്നു. മാത്രമല്ല US ഭീഷണികൾക്ക് വഴങ്ങി രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ ചുമത്തുന്നതിനേക്കാൾ വളരെ ഉയർന്ന നികുതിയാണ് ഇവിടെ ജനങ്ങൾ നൽകേണ്ടി വരുന്നത്. ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിലയുടെ 55% നികുതി ഇനത്തിലാണ്. ഇപ്പോൾ വില ഉയരുമ്പോൾ വർദ്ധിക്കുന്ന നികുതി ഇനത്തിൽ കുറവ് വരുത്താൻ പോലും സർക്കാരുകൾ സന്നദ്ധമല്ല. 15.8 മുതൽ 19.9 രൂപ വരെയാണ് ലിറ്ററിന് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി എങ്കിൽ വാറ്റും അധിക സെസ്സുകളും അടക്കം 50 രൂപയിലധികം കേരളത്തിലെ ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്നുണ്ട്. കേന്ദ്ര നികുതികളുടെ യാതൊരു വിഹിതവും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതുമില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ എണ്ണവില ഉയർന്നുവെന്നത് അനിഷേധ്യമായ വസ്തുതയാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില താഴ്ന്നു നിന്നപ്പോൾ ആഭ്യന്തര വിപണിയിൽ ഉപഭോക്താക്കൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കും വിധം ചില്ലറ വിലയിൽ അനുപാതികമായ കുറവ് വരുത്താൻ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചു. എണ്ണവിലയുടെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും വില നിർണയാവകാശം എണ്ണ വിപണന കമ്പനികളിൽ നിഷ്പക്ഷമാക്കുകയും ചെയ്തപ്പോൾ അന്താരാഷ്ട്ര വിപണി വിലയ്ക്ക് അനുസൃതമായ എണ്ണവിലയിൽ മാറ്റം വരുത്തുമെന്നും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം. പക്ഷെ ഇക്കാലം അത്തരം ഒരു സമീപനം എണ്ണ കമ്പനികളുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എണ്ണവിലയിലും പാചകവാത വിലയിലും ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ വില വർധനവ് സാമാന്യ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും. അത് തടയുക ഏതൊരു ജനാധിപത്യ സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. ജനങ്ങളോട് ചെലവ് ചുരുക്കാനും ബെൽറ്റും മുണ്ടുമൊക്കെ മുറുക്കാനും ആവശ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ ധൂർത്തുകൾക്ക് കടിഞ്ഞാണിടുകയും പകൽക്കൊള്ളയായി മാറിയ നികുതികളിൽ ഇളവുകൾ വരുത്താൻ സന്നദ്ധമാവുകയും ചെയ്തില്ലെങ്കിൽ ജനജീവിതം ദുരിതപൂർണമാകുമെന്ന് മാത്രമല്ല അത് അനിയന്ത്രിതമായ ജനകീയ ചെറുത്തുനിൽപ്പുകളിലേക്ക് നയിക്കുമെന്നും ഭരണാധികാരികൾ തിരിച്ചറിയാൻ വൈകിക്കൂടാ. 2015 മുതൽ 24 വരെയുള്ള കാലയളവിൽ 12.3 ലക്ഷം കോടിയിലധികം രൂപയുടെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളിയ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതിൽ സിംഹഭാഗവും വൻപൻ കോർപ്പറേറ്റുകളുടേതാണ്.
അതിനു പുറമെയാണ് കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും കേന്ദ്ര സർക്കാർ ഭീമമായ നികുതി ഇളവുകൾ യഥേഷ്ടം നൽകി പോരുന്നത്. ബിസിനസ് സുഗമമാക്കുന്നതിന്റെ പേരിൽ വാരിക്കോഴി നൽകുന്ന ആനുകൂല്യങ്ങൾ ചെന്നെത്തുന്നതും വൻകിടക്കാരിലേക്ക് തന്നെ. വസ്തുതകൾ ഇതായിരിക്കെ സാമാന്യ ജനങ്ങളെ അപ്പാടെ അവഗണിച്ചും വിസ്മരിച്ചും നടത്തുന്ന എണ്ണവില വർധനവ് അക്ഷന്താവ്യമായ ഭരണകൂട അതിക്രമവും അപരാധവുമാണ്.